പ്രകാശ, ഞാൻ ഇന്നാള് നിന്റെ ഇത്തിരി ചില്ലറ തന്നു വിട്ടില്ല നീ അങ്ങോട്ട് കടയിൽ പോയപ്പം. പിന്നെ ആ ബാക്കി ഒരു 10,000-2000 രൂപ നിന്റെ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞാൽ തന്നില്ല, അതങ്ങോട്ട് കൊടുത്തു. അമ്മയ്ക്കിപ്പോ വന്ന് ഓർമ്മയില്ലാതായ. എടാ ഞാൻ തന്നു നിന്റെ കയ്യിലേക്ക്, നീ ഓർക്ക്. തന്നു. 1000 ഉലുവ തന്നു. 2000 ഉലുവ തന്നു. തർക്കിക്കരുത്. നീ എന്നോട് തർക്കിക്കണ്ട. ഇപ്പൊ ഉലുവയുടെ കണക്കല്ലല്ലോ അമ്മ, പൈസയുടെ അല്ലേ അമ്മ തരുമോ? മിണ്ടാണ്ടിരുന്നാ മേടിച്ചു തരാം. മിണ്ടാണ്ടിരി കൊടു. അമ്മയ്ക്ക് ഇവിടെ എത്തുന്ന മറ്റേ ഐസ്ക്രീം വേണം, ബോള് വേണം, മീൻ വേണം, എല്ലാം മേടിച്ചു. ആപ്പടെ 10-12 രൂപയുള്ളായിരുന്നു. അത് എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു, അത് തീർന്നു. ഞാനാണോ അത് മുഴുവൻ വിഴുങ്ങിയത്? അല്ലല്ലോ, നിന്റെ പെണ്ണുപിള്ളയും പിള്ളേരും കൂടെ അല്ലേ തിന്നിട്ട് എന്റെ നേരെ പറയുന്നതിനാ? ഇന്നതിന് കണക്ക് പറയണ്ടേ? അത് നീയാ പറഞ്ഞത്. ഇപ്പം അത് നീയാ പറഞ്ഞത്. ഒരു കഷ്ടമില്ല മോനെ, എന്റെ ഒന്നും ഇല്ല കുഞ്ഞെ. ഞാൻ എവിടെ നിന്നിട്ട് തരാനാ? എല്ലാവരും ചോദിക്കും അമ്മേ അമ്മ കണ്ട അമ്മ അമ്മ ഉമ്മ. അമ്മ ഞാനല്ല അമ്മ ചോദിക്കാൻ, ഞാൻ കറക്റ്റ് തിരിച്ചു തരത്തില്ലേ എത്ര മേടിച്ചാലും? അതൊക്കെ കറക്റ്റാ കേട്ടോ. അതെ, അവൾ അക്കാര്യത്തിലേ കറക്റ്റാ. അമ്മയ്ക്ക് വിശ്വസിച്ച് കൊടുക്കാം. അമ്മ തരുമോ? ഞാൻ നോക്കട്ടെ, വല്ല ചില്ലറ എങ്ങാനും കാണും. 1000 എന്നാലും എടുക്കാൻ കാണൂല. 500 രൂപ തരാം. ഒരു 500 കൂടി. അത് അപ്പുറത്തെ ആരോടെങ്കിലും മേടിക്ക് വേണേ. ഇത് എന്തൊരു കഷ്ടമാ. നീ അവിടുന്ന് മേടിച്ചു കൊടുത്തേ, അമ്മ തിരിച്ചു കൊടുത്തോളൂ. എടാ നിന്റെ ഒരു കുന്തോ ഇല്ലേടാ, എനിക്കറിയാൻ പറ്റില്ല. 500 രൂപ എടുക്കാനില്ലേ? അമ്മ ഈ ഒരു വരി നെഞ്ചത്ത് കൊള്ളുന്ന വർത്താനം പറയരുതേ. അമ്മയ്ക്ക് അറിയാലോ എൻ്റെ ഒന്നും ഇല്ലെന്ന്. എന്തടത്തില്ല പിന്നെ ചോദിക്കുന്നത് ഇല്ലേന്ന്? നീ വേണുക്കുട്ടൻ ഇന്നാൾ കൊടുത്തല്ലോ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവള് ആവശ്യത്തിൽ കൂടുതൽ എന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുക. ഇനി അമ്മയും കൂടെ തുടങ്ങിക്കോ. എടി കൊച്ചാ, നീ എങ്ങനെങ്കിലും അത് ഒപ്പിക്കാൻ 500 രൂപ. അല്ല ഞാൻ എന്ത് ചെയ്യാനാ? നീ അങ്ങോട്ട് ചെല്ല്. എന്നെ അടിക്കാൻ പറഞ്ഞ അധികാരി ഞാനുണ്ടല്ലോ ഒരു 8 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. കറക്റ്റ്. ഉറപ്പാണോ? പിന്നെ ഡബിൾ ഓക്കെ. 8 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ? ഉറപ്പായി കൊടുക്കും. 8 ദിവസം കൊണ്ട് തരും. ഇതുപോലെ ഇന്നാൾ എന്നോട് പറഞ്ഞാടാ, ഒരു 10 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു തരാമേ, എനിക്കൊരു 250 രൂപ ഒക്കെ തരണം എന്ന് പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് അതിന് 20 ദിവസം കഴിഞ്ഞ് എനിക്കത് തന്നില്ല. പിന്നെ ഞാൻ മരുമോളായിട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് കളഞ്ഞതാ. തർക്കം വേണ്ട. സ്വപ്നം കണ്ടായിരിക്കും. തർക്കം വേണ്ട. 8 ദിവസം കഴിയുമ്പോൾ 1250 രൂപ കൊടുക്കണം. പറ്റുമോ? ഇങ്ങോട്ട് നോക്കമ്മേ. 8 ദിവസം കഴിഞ്ഞ് 1250 രൂപ കറക്റ്റ് തരും. അപ്പൊ അത് തന്നേരെ. 8 ദിവസം കഴിയുമ്പോൾ 250 രൂപ തന്നേരെ. അല്ല 1200 രൂപയും കൂടി എന്റെ കയ്യിലില്ല. 1000 ഇല്ല, 500 തരാന്ന് ഞാൻ പറഞ്ഞു. ഇനി അതും കൂടി ഇല്ലാതാക്കരുത്. എന്നെ കണ്ട പൈസ വേണം. മോളൊരുത്തിയുണ്ട്, അമ്മേ താട്ടെ പാട്ടറാകാൻ പാട് പാട്ടണം. അവളുടെ ചോദിപ്പ് ഒരു അന്ധക്കരണം ഇല്ലാത്ത ചോദിപ്പാ. 10,000-20,000 ഒക്കെയാ. എൻ്റെ ഇല്ല കേട്ടോ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ. എന്റെ പൊന്നമ്മയല്ലേ, 1000 രൂപയല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. തരുമോ? അവൻ കാണണ്ട, തന്നേക്കാം. ഉറപ്പല്ലേ? ഉറപ്പാ. 500 രൂപ കുറച്ച് മാറിയുന്നേ കേട്ടോ പുഷ്പേ. 500 രൂപ. ഓക്കെ. ഞാൻ മരുമോളായി പോയില്ലേ. അങ്ങനെ വേണം അമ്മേ. അമ്മേ എനിക്ക് ഒരു 500 രൂപ താ. എന്നെ എൻ്റെ ഈ നോട്ട് അടുക്കി വെച്ചിരിക്കുകയാണോ എപ്പോഴും ചോദിക്കുമ്പോൾ അങ്ങോട്ട് തരാൻ? നാണോ ഇല്ലല്ലോ ഇവനൊക്കെ. എന്റെ ഗീത നമ്മളെ കൂട്ടത്തിൽ തന്നെ എന്നെ കണ്ടുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് ആ മോഹിനി ഉണ്ടല്ലോ, അവള് രജിസ്റ്റർ ബുക്ക് എടുത്ത് നോക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ എന്തെങ്കിലും അതിൽ തിരിമറി കാണിച്ചിട്ടുണ്ടാവും. എന്നോട് ആരെങ്കിലും ഡയലോഗ് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. ഇല്ല, അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. നീ ഫോണിൽ പോകും. കട്ട് ചെയ്തേ. അമ്മേ, എന്നാടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, ഇപ്പൊ നിന്റെ കാര്യം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. ഈ കുടുംബശ്രീയുടെ രജിസ്റ്റർ ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് എടുത്തോണ്ട് ഒരാൾ നടക്കുന്ന ഞാൻ കണ്ടു നമ്മുടെ വീട്ടിൽ കൂടെ. അതാരാ? ആരായിരിക്കും ആള്? ആരായിരിക്കും? നീ പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. അത് അപ്പച്ചി ഇല്ലേ, അപ്പച്ചി ഇതുമായിട്ട് നടക്കുന്ന ഞാൻ കണ്ടു. പക്ഷേ ഇനി അത് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി വല്ല എടുത്തയാണോ എന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തിനാ? എന്റെ കുടുംബശ്രീയിലെ രജിസ്റ്റർ ബുക്ക് സേഫായി വെക്കാൻ വേണ്ടി എനിക്കറിയില്ലേ, പിന്നെ അവളെന്തിനാ എടുത്തു വെക്കുന്നത്? അല്ല പിന്നെ അമ്മ ഇനി ഫോണിൽ പറഞ്ഞ പോലെ അപ്പച്ചി എന്താ വല്ല തിരുമുറയും കാണിക്കാൻ വേണ്ടി അപ്പച്ചി അങ്ങനെയൊക്കെ ചെയ്യോ? അവളെ അത് ചെയ്യുള്ളൂ മോനെ.
കാശിന്റെ കാര്യത്തിൽ അപ്പച്ചി അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യൂടാ. ഇനി അപ്പച്ചി ആയതുകൊണ്ട് പറയാനും പറ്റൂല. പക്ഷെ എന്നാലും അപ്പച്ചി അമ്മയുടെ ഒരു നാത്തൂനല്ലേ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുവോ? എടാ നാത്തൂനാന്നുള്ള ചിന്ത അവക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ നമുക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ സ്വത്തൊന്നും ചോദിച്ചില്ലല്ലോ. ഗോവയിൽ പോകാൻ കുറച്ച് കാശ് ചോദിച്ചു, അതിനാണ് കുറന്നിട്ട് സ്വത്ത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോട്ടെ അവിടെ. ഓനെ എവിടെ ഉണ്ടാക്കും കാശ്? കണ്ട ചേച്ചി അപ്പച്ചി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്. ആടി നീ ഒന്ന് പോയി നോക്ക്. ഞാനാ? ചേച്ചി അല്ലേ ചേച്ചി, ചേച്ചി പോയി നോക്ക്. എന്നാ നമുക്ക് രണ്ടുപേർക്കും പോയി നോക്കാം. അപ്പച്ചേ എന്താ തന്നെ ഇരുന്ന് സംസാരിക്കണേ? എന്നാ എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? സംസാരിച്ചോ സമയം എടുത്ത് സംസാരിച്ചാ മതി കേട്ടോ. നീ എന്തിനാ എന്റെ രജിസ്റ്റർ ബുക്കിലെ കണക്കൊക്കെ തിരുത്തി വെച്ചത്? ഞാൻ ആരെ കണക്കൊന്നും തിരുത്തിയിട്ടില്ല. നീ തന്നെയാ ചെയ്തത്. ഞാൻ തിരുത്തിയതിന് തെളിവുണ്ടാ? ദാ വരുന്ന തെളിവ്. പടാ ഈ കള ചെറുക്കനാ. അപ്പച്ചിയല്ലേ എന്റെ ബുക്ക് ഇങ്ങോട്ട് വെച്ച് തന്നത്. ഇവർക്ക് കയ്യിൽ പിടിച്ചോണ്ടിരുന്ന ഞാനാണോ തിരുത്തിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ കട്ടാനായി തന്നെ ആയിരിക്കും മുതലിരിക്കുക. അമ്മ അതിനകത്ത് പേന ഉണ്ടായിരുന്നു ബുക്കിനകത്ത്, ഞാൻ കണ്ട. അതിന് നിന്റെ അച്ഛനാണ് ആ രജിസ്റ്റർ ബുക്ക് എന്റെ കയ്യിൽ തന്നത്. അപ്പൊ നിന്റെ അച്ഛനല്ലേ തിരുത്തിയിട്ടുണ്ടാവുക? എന്റെ പൊന്നേതേ പാപം അച്ഛനെ കുറ്റം പറയുന്നത്. അച്ഛൻ പറഞ്ഞ അമ്മയുടെ കൊണ്ട് ഭദ്രമായിട്ട് കൊടുത്തോണം എന്നോട്. ചുമ്മാ അച്ഛനെ കള്ളനാക്കുന്ന കള്ളി. അപ്പച്ചി എന്നെ തിരുത്തിയത്. നിനക്ക് എന്താ പ്രശ്നം? ഒരുത്തിക്ക് എന്റെ മുടി പ്രശ്നം, ഒരാൾക്ക് എന്റെ കണക്ക് തിരുത്തിയത് പ്രശ്നം. നിങ്ങൾക്ക് എന്താ എന്നോട് ദേഷ്യം ഉണ്ടാ? ഞാൻ ഇവിടെ ചാവാൻ പോവാ. കാട്ടിനുണ്ടെങ്കിൽ സമ്മതിക്കണടി, അല്ലാണ്ട് കിടന്ന് തുള്ളലല്ല. അപ്പച്ചി ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? എനിക്ക് ആരോട് പ്രശ്നമില്ല. എനിക്ക് നിങ്ങളുടെ അച്ഛമ്മയോടാണ് പ്രശ്നം. അമ്മ എന്നാ നിന്നെ ചെയ്തേ? കണ്ട അതിനെന്താ കൂട്ടുകാരൊക്കെ ഗോവയിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് സ്റ്റാറ്റസ് ഇടണത്? ഗോവയിൽ പോണെങ്കിൽ നീയും ഗോവയിൽ പോയിക്കോ. അതിനിപ്പോ എന്താ പ്രശ്നം? ഗോവ മൈൻഡ് വന്ന അപ്പ തന്നെ പോണം, അല്ലെങ്കിൽ പിന്നെ നടക്കൂല. അതെ, എനിക്കും പോണം ഗോവയിലേക്ക്. എന്നാ പോയിട്ട് വാ. നിന്റെ അച്ഛൻ തരും കാശ്. അങ്ങനെ പറ. ആ വാശിക്കാ നീ എന്റെ കണക്ക് തിരുത്തി വെച്ചതല്ലേ? ഞാൻ പറഞ്ഞു ഞാനല്ല തിരുത്തിയെന്ന്. അപ്പച്ചി കൂൾ കൂൾ കൂൾ. അങ്ങനെ കൂളായിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കണക്ക് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം. ഞാൻ എവിടെയെങ്കിലും പോയി ചാവാൻ പോവാ. അതാ നല്ലത്. അമ്മ എന്തിനാ ഓരോന്ന് പറഞ്ഞ അപ്പച്ചിനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? 1-2 രൂപയൊന്നല്ല, 1000 രൂപ അവള് തിരുത്തി വെച്ചത്. അറിയുവാ? അതാരാ എനിക്ക് തരുത്ത്? അമ്മ ആ പോയ 1000 രൂപ ഞങ്ങളായിട്ട് വാങ്ങിച്ചെടുത്ത് തന്നാ പോരെ? അവള് തിരുത്തി തന്നെ ഇവിടെ സമ്മതിച്ചിട്ടില്ല. പിന്നെ വന്ന് ഇനിയിപ്പോ അത് തരാൻ പോകുന്നത് 1000 രൂപ. സമാധാനപ്പെട്, അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് തരാം. തരുവോ? സിസ്റ്റേഴ്സ് ഫോളോ മീ. സിസ്റ്റേഴ്സ് ഫോളോ മീ. അപ്പച്ചി കൂളായാ? പിള്ളേരെ എന്റെ പിന്നെ നടന്ന ചവിട്ടി കൂട്ടും ഞാൻ 3-ാമത്തിന്. അപ്പച്ചിനെ ഗോവയിലല്ല നമ്മൾ സിംഗപ്പൂർ അയക്കും. എന്നിട്ടൊന്നും പറഞ്ഞ എന്നെ കളിയാക്കാനല്ലേ നിങ്ങക്ക്? അപ്പച്ചി കളിയാക്കാനല്ല, അപ്പച്ചിക്ക് ഫ്രണ്ട്സിന്റെ മുന്നിൽ ഷോ കാണിക്കാൻ സ്റ്റോറി സ്റ്റാറ്റസ് കിട്ടാ പോരെ? പോരെ? മതി. അങ്ങനെ പോവാണ്ട് എങ്ങനെയാണ് സ്റ്റാറ്റസ് ഇടുന്നത്? അപ്പച്ചി ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു കുറെ ആൾക്കാരറിയാവോ? ഇല്ല. ഞങ്ങള് ആടിനെ പട്ടിയാക്കും, പട്ടിയെ പൂച്ചയാക്കും. അപ്പച്ചിക്ക് വേണ്ടായിരുന്നു നമ്മൾ സെറ്റാക്കി തരാം. എങ്ങനെ? അത് പറഞ്ഞു കൊടുക്കല്ലേ? സ്റ്റെപ്പ് നമ്പർ 1, അപ്പച്ചി ആദ്യം ഗൂഗിളിൽ പോയിട്ട് ഒരു എയർപോർട്ടിന്റെ ഫോട്ടോ, സിംഗപ്പൂർ എയർപോർട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കുക. എന്നിട്ട് ക്യാപ്ഷൻ റീച്ച് സിംഗപ്പൂർ, ഒരു ചുമന്ന ഹാർട്ട്. പറയാം. സ്റ്റെപ്പ് നമ്പർ 2 റെഡി? സ്റ്റെപ്പ് നമ്പർ 2, നമ്മൾ ഇവിടെ ഒരു DJ പാർട്ടി സെറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് നമ്പർ 3, വൈബിങ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് കുറെ ചാറ വേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇൻസ്റ്റയിലെ സ്റ്റോറി ഫോട്ടോസും ഇതൊക്കെ ആയിട്ട് പോസ്റ്റിംഗ് ഇട്ട് തകർക്കണം. അത് കൊള്ളാല, കൊള്ളാം. അയ്യോ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? കുറച്ച് പൈസ ഇറങ്ങുന്ന പരിപാടിയാ. അതിനിപ്പോ എന്ത് പൈസ? ഞാൻ സിംഗപ്പൂർ പോകണില്ലല്ലോ.
പക്ഷെ അപ്പച്ചി സിംഗപ്പൂര് പോണതായിട്ട് നമ്മൾ കാണിക്കല്ലേ? അതിനെന്തോടെ പൈസ ചെലവ്? പിന്നെ DJ ലൈറ്റ് സാധനമൊക്കെ വാങ്ങണ്ട, അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഇടിച്ച് കാണിച്ചാൽ കിട്ടുമോ? ലൈറ്റ് അല്ലേ, അതിപ്പോ ചന്തയിൽ കിട്ടൂലേ? 500 രൂപയല്ലേ ഉള്ളൂ. 500 ഗുണമാ? ഒരു 5000 രൂപയിലും വേണം. 5000? അപ്പച്ചി സിംഗപ്പൂര് പോണോ? പോണം. അത് ഇത്തിരി കൂടുതലാ. 5000. എന്നാ ഒരു 4000. 4000 പറ്റൂല. എന്തോന്നാ അപ്പച്ചി, അവൻ പറയണത് അങ്ങ് കൊടുക്ക്. 4000 ഭയങ്കര കൂടുതലാ, അത് ശരിയാവില്ല. വേണമെങ്കിൽ ഒരു 1000 തരാം. വടാ പോവാം. കുറച്ച് കുറയ്ക്കടാ. എന്നാ അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ല, 3000 രൂപ കിട്ടുവാണെങ്കിൽ സഞ്ജയ് എല്ലാം സെറ്റാക്കി തരും. പറ്റുമോ? 3000. ഞാൻ ആലോചിക്കാനൊന്നുമില്ല. 3000 പക്ഷെ ലിക്കർ വേണം. നിക്കറൊന്നും ഈ പൈസക്ക് വേണ്ടതൊന്നുമില്ല. ചെലവ് കൂടും. ആ എന്തോന്ന് ചെലവ്? ഒരു ചെലവുമില്ല. എടാ അച്ഛ അടിച്ച് കളഞ്ഞിട്ട കുറെ കുപ്പികൾ അവിടെ ഇരിപ്പില്ലേ, അതിനകത്ത് കുറച്ച് കട്ടൻ ചായം ഒഴിച്ചാൽ മതി. നശിപ്പിച്ച്. ആ കട്ടൻ ചായ സെറ്റാക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ഛമ്മ എൻ്റെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആകെ 3000 കൂടുന്നുണ്ട്, ഇനി അച്ഛന്മാരുടെ അടുത്ത് പോയി സമ്മതിപ്പിക്കാൻ എനിക്കൊന്നും വേണ്ടത്തില്ല കേട്ടാ. എടാ അച്ഛമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാൻ നിൽക്കുക, ആശയവെന്തിന് അപ്പുറത്ത് പോയി സംസാരിച്ചാ പോരെ? അച്ഛമ്മേനോട് ഞങ്ങൾ സമ്മതിപ്പിക്കാം. ഇപ്പൊ പോയി സംസാരിക്കണം. സംസാരിക്കാം. സെറ്റല്ലേ? നമുക്ക് പോയി സംസാരിക്കാം. കാശിട്ട് അവിടെ കുത്തിയിരിക്കാത്ത സാധനമൊക്കെ പോയി വാങ്ങിച്ചോണ്ട് വരണ്ടേ? കാശ് വേണമല്ലേ? ആ 3000 കുറയ്ക്കാൻ പറ്റുമോ? വാക്ക് പറഞ്ഞ അവരിത് സംസാരിക്കാൻ പോയാട്ട് ഇനി ഒരുമാതിരി കണസാ പറയല്ലേ. കാശെടു. ഈ കാശിന്ന് കുറച്ചുകൂടി കൂട്ടിയത് ഞാൻ ഗോവയിൽ പോയേനെ. തരാം. തരാം. 3000. 1000 രൂപ അമ്മയ്ക്കും കൊടുക്കാം, ബാക്കി 500 വീതം അവളന്മാരെ പറഞ്ഞ് നൈസാക്കാൻ. ബാക്കി 1000 എനിക്ക് ക്ലബിൽ നിന്ന് ബാക്കി ലൈറ്റൊക്കെ എടുക്കാം. അച്ഛമ്മ എന്തെടുക്ക? അടയ്ക്കാൻ നോക്കി നിൽക്കുക മക്കളെ. എല്ലായിടത്തും എൻ്റെ കണ്ണെത്തിയില്ലെങ്കിലേ എല്ലാം അടിച്ചോണ്ട് പോവും, കള്ളന്മാരാപ്പടി. അല്ല നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നു? ഞങ്ങളാ അച്ഛമ്മക്ക് സുഖങ്ങളൊക്കെ തന്നെ. അത് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ വല്ലതും ചികിത്സിക്കാൻ കൊണ്ടുപോവോ? ചികിത്സിക്കാനൊന്നും കൊണ്ടുപോകത്തില്ല, പക്ഷെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. എന്ത് പരിഹാരം? ഞങ്ങളിതേ ഇപ്പൊ അപ്പച്ചിയുടെ പ്രശ്നം പരിഹരിച്ചിട്ട് വന്നതേ ഉള്ളൂ അല്ലേ ചേച്ചി? അപ്പച്ചക്ക് എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്? എന്താ അവക്ക് പറ്റിയ? അച്ഛമ്മ ഗോവയിൽ പോവാൻ പൈസ കൊടുക്കാൻ വേണ്ടി കൊടുത്താ? അവക്ക് കണ്ടടുത്ത് ടൂർ പോകാനായിട്ട് ഞാൻ പൈസ കൊടുക്കാനാ? കിട്ടും. അപ്പച്ചിക്ക് ആ വിഷമം തീർക്കാൻ ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്ത് കാര്യാടി? അതായത് അച്ഛമ്മ, നമ്മുടെ വീട്ടില് രാത്രി ലൈറ്റും പാട്ടൊക്കെ വെച്ച് ഒരു DJ പാർട്ടി സെറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാരും കൂടെ ഡാൻസ് കളിക്കണം. അതിനെല്ലാരും കൂടെ എന്തിനാ ഡാൻസ് കളിക്കുന്നു? അച്ഛമ്മ, ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് എൻജോയിങ് വിത്ത് ഫാമിലി ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ട് നാട്ടുകാരെയും കാണിച്ച് ഷോ കാണിക്കണം. എടി അവക്ക് ഡാൻസും പിന്നെ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ എന്തിനാടി ഡാൻസ് കളിക്കുന്ന? അച്ഛമ്മയ്ക്കും അച്ഛമ്മയുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ കുറച്ച് ഷോ കാണിച്ചൂടെ, സ്റ്റോറി ഒക്കെ ഇട്ട്? സിംഗപ്പൂരൊക്കെ പോവാൻ എന്താ ചെലവാന്നറിയില്ലേ? എനിക്ക് അങ്ങനെ ഡാൻസ് ഒന്നും കാണിച്ചൊന്നും കൂട്ടുകാരെ കാണിക്കണ്ട, നാണം കെട്ട പരിപാടി. അച്ഛമ്മ സിംഗപ്പൂര് പോവാതെ പോയിന്ന് പറഞ്ഞൂടെ? വേണ്ടെങ്കി വേണ്ട. നല്ല ഫ്രോക്കും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫ്രണ്ട്സിനൊന്നും കാണിക്കാൻ അച്ഛമ്മയ്ക്ക് യോഗമില്ല. എന്നാ ഞാനും ഡാൻസ് ഒക്കെ കളിക്കാം. എന്താന്ന് വെച്ചാൽ ചെയ്യടി പിള്ളേരെ. സെറ്റാണോ? പക്ഷേ കുറച്ച് ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ടേ ലിക്കർ വേണം. നിക്കറോ? നിക്കറല്ല, ലിക്കർ. ലിക്കർ. എന്താടി പറയുന്ന അഹങ്കാരികള്? വെള്ളം അടിച്ചും കൊണ്ട് തുള്ളാനോ? നാണല്ലടി നിനക്കൊക്കെ? വേഷം കിട്ടുന്നു. അച്ഛമ്മ ശരിക്കും വെള്ളടിക്കണ്ട, നമ്മള് കട്ടൻ ചായ ഒഴിച്ച് വെറുതെ വെള്ളടിക്കണ പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന. അത്രേ ഉള്ളൂ. അത് മോശ. നാട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാ എന്തെല്ലാം അവര് തെറ്റിദ്ധരിക്കുക. അയ്യേ വാ പിള്ളേരെ. ഒറിജിനൽ അല്ലല്ലോ, വെറുതെ കട്ടൻ ചായ അല്ലേ അച്ഛമ്മ? ചുമ്മാ അങ്ങനെങ്കിലും ആവട്ടെ. അതാണ് മിടിക്ക്, എന്റെ ചുൻട്രിയ. എന്നാലേ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ കുറച്ച് ചിക്കിളി വേണം. സെറ്റ് ചെയ്യാൻ പൈസ ഞാൻ തരാനോ?
അത് നടക്കുന്ന കാര്യമല്ല. പൈസ തന്നിട്ടുള്ള ഒരു കളിയും ഞാൻ ചെയ്യില്ല. എന്നാ പിന്നെ അച്ഛമ്മ അടക്കൊക്കെ പറക്കിക്കോ, കുരുമുളകൊക്കെ പറിച്ചോ. ഞങ്ങള് പോയിട്ട് പറ്റേ? പൊക്കോ പൊക്കോ. പറിച്ചാട്ടാ. നടക്കട്ടെ. നല്ല മിറ്റ് കാശുണ്ടാക്കല്ലേ. 10 പൈസ തരില്ല. പൈസയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന രണ്ടും കൂടെ. അമ്മേ എന്താ ഞാൻ പറഞ്ഞ വാക്ക് പഠിച്ചു. ദേ 1000 rupees അപ്പച്ചിയുടെ കയ്യിന്ന്. എടാ അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തവളാ, അവളെങ്ങനെ ഇത് തന്നത്? ഞാൻ പാപ്പാടി പ്രകാശന്റെ മോനല്ലേ. അപ്പച്ചീനെ അല്ല, അപ്പച്ചി വിറ്റ് കാശ് എന്റെ കയ്യിലുണ്ട്. ഇനി കുറെ പൈസ ഉണ്ടാ? ഇനി കുറെ പൈസ ഒന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു ബനാന ടോക്ക് പറഞ്ഞ ബനാന ടോക്ക്. അവന്റെ ഒരു ബനാന ടോക്ക്. ഓടാ. നിന്റെ ബനാന ടോക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ എന്തോ ഇത്? നീ അപ്പച്ചിറ നീ കള്ളം പറഞ്ഞ് പൈസ അടിച്ചു മാറ്റില്ലടാ. ഞാൻ പൈസ അടിച്ചു മാറ്റിയൊന്നുമില്ല. അപ്പച്ചി ഇഷ്ടത്തോടെ എന്റെ കയ്യിൽ വെച്ച് തന്നതാ. എടാ കള്ളം പറഞ്ഞ് പൈസ മേടിക്കുന്നതും മോട്ടിക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാടാ. ഞാൻ ഓടിച്ചൊന്നുമല്ല. അത് DJ പാർട്ടി സെറ്റാക്കാൻ വേണ്ടി അപ്പച്ചി തന്നെ എനിക്ക് തന്നത് പൈസ. അതെന്ത് DJ പാർട്ടി? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞോളാം. അവസാനം ഇവിടെ DJ കീജ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയാലുണ്ടല്ലോ ഞാൻ ചട്ടി എടുത്ത് തലക്കെട്ടടിക്കുന്നുണ്ട്. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഈ സഞ്ജയ് ഏറ്റ കാര്യം സഞ്ജയ് നടത്തും. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ പോട്ടെ. റിമെമ്പർ ചെയ്യിക്കും കേട്ടോ അതിനെ. അമ്മേ പോയി. അമ്മയുടെ ഒരു കാര്യം പറയാൻ വന്നു. പറഞ്ഞോളാം. അച്ഛൻ നോക്കൂ. അച്ഛൻ പോകുന്നില്ല, അച്ഛൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്നാ പിന്നെ പറഞ്ഞോളാം. പറയടാ എന്നാ. അല്ല വേറൊരു കാര്യം പറയാൻ വന്ന. അച്ഛൻ നീ എന്താ നീ കോങ്ങണ് ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. പറയാനുണ്ടെ ഇപ്പൊ പറഞ്ഞാ മതി. പറയാൻ പറ്റത്തില്ല. പോ. അല്ല നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ രജിസ്റ്റർ ബുക്കിന്റെ കാര്യത്തില് എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന്? ആ നീ അവിടെ ഇട്ടിരുന്നോണ്ടല്ലേ ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞത്? അല്ല, അത് സരിത എടുത്തിട്ടാണ് വെട്ടി മാറ്റിയത്. ഞാനല്ല ഉത്തരവാദിത്വക്കേട് കാണിച്ചത്. ആ ശരിയാ ശരിയാ. സരിത വെട്ടി മാറ്റുന്നത് നീ കണ്ട? കണ്ടു. കണ്ടില്ല പിന്നെ? പക്ഷെ എനിക്കറിയാം. എങ്ങനെ അറിയാം? അത് അപ്പച്ചിയുടെ കയ്യിലായിരുന്നു, അതെനിക്കറിയാം. ഞാൻ കണ്ടോ? ഇവൻ എന്നോട് പറഞ്ഞു. ആ ഉറപ്പാണല്ലോ അല്ലേ? ആ കുഴപ്പമില്ല. ഞാൻ ഈ തിരിയുന്ന സമയത്ത് നീ ഇവിടെ കുണുകുണാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒന്നുമില്ല, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ പോയി ഇവിടെ. ഒരു വീട്ടിനകത്ത് വേറെ പേഴ്സണൽ ഉണ്ടോ? ആ ഉണ്ട്. നല്ല വീട്ടിലൊക്കെ അങ്ങനെയാ. ഞാൻ അവന്റെ അമ്മയല്ലേ, ചിലപ്പോ അവൻ എന്നോട് എന്തെങ്കിലും സ്വകാര്യം പറയാനുണ്ടാവും. ആയിക്കോട്ടെ. ഞാനായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. കഷ്ടം. അത്ര അതിൽ കുറച്ചുള്ള കഷ്ടമൊക്കെ മതിയടാവേ. എന്താ പരിധിയെ? അതെന്റെ പേഴ്സണൽ, നീ അറിയണ്ട. ഞാൻ എന്നാ പിന്നെ പറയാം. ഒരു വഴി മാറി തരും. ഞാൻ പൊക്കോട്ടെ. ഒതുങ്ങി പോടേ. കൂടി വരുന്നുണ്ട്. ഞാൻ കുറച്ചോളാം. ഞാനിവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാ. അപ്പൊ വന്ന സ്ഥിതിക്ക് സിംഗപ്പൂരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തുവാടെ? അത് ശരി, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചി എങ്ങനെ സിംഗപ്പൂരിലെത്തി? അതെ, ഈ അപ്പച്ചില്ലേ സിംഗപ്പൂർ അല്ല അങ്ങോട്ടോർത്തേക്ക് വരെത്തും. ഓ, അപ്പൊ സ്റ്റാറ്റസ് ഇട്ട് വെറുതെ തള്ളിയതല്ലേ? ഞാൻ തള്ളുകയും ചെയ്യും, തള്ളിമറിക്കുകയും ചെയ്യും. നിനക്ക് കുഴപ്പമില്ല. അവനൊരു കുഴപ്പമില്ല. ഇപ്പൊ നിനക്കാ കുഴപ്പം തികച്ചുള്ളത്. എനിക്കെന്ത് കുഴപ്പം? എടി നീ ഏതോ കണ്ണ് കണ്ട എയർപോർട്ടിന്റെ ഫോട്ടോ എടുത്തിട്ടല്ലേടി റീച്ച് ദാറ്റ് സിംഗപ്പൂർ എന്നും പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടത്? നാളെ ഉണ്ടോടി നിനക്ക്? നമ്മളൊന്നും അങ്ങനെ ചെയ്യുവേ ചെയ്യില്ല. അതെ, ചേച്ചിയുടെ പിള്ളേര് പറഞ്ഞ ഐഡിയ അത്. ആ കാര്യത്തില് മൊത്തം കുറ്റം അമ്മയ്ക്കാ. നീ മിണ്ടിക്കോടാ. ആ ഞാൻ മിണ്ടും അമ്മ, ഇനിയും മിണ്ടും. പക്ഷെ ഇവിടെ ഇരിക്കണ അപ്പച്ചി സിംഗപ്പൂരിൽ എത്തി എന്ന് പറയാല്ലേ, തൊലിക്കെട്ട അപ്പച്ചിക്ക് എവിടെയെന്ന്. ഇനി നീ മിണ്ടരുത്, ചുപ്പുരകോ മിണ്ടരുത് ഇനി. എടി, ഈ ഗോവയിൽ പോയാൽ കള്ളു കുടിച്ച് ഡാൻസ് കളിക്കുന്നു നിന്നോട് ആരടി പറഞ്ഞത്? അമ്മേ, അത് ചിലപ്പോ അവള് കള്ളു കുടിച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവുമായിരിക്കും. എടി, നിന്നെ ഞാൻ അങ്ങനാണോ വളർത്തിയ? അയ്യേ,
ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അമ്മ. ഇതെന്റെ കൂട്ടുകാർ ഡാൻസ് കളിക്കുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെയാ നിനക്ക് കൊള്ളാം. ഓ അപ്പൊ അപ്പച്ചിക്ക് കൂട്ടുകാരികളെ കാണിക്കാൻ വേണ്ടിയാണ് സ്റ്റാറ്റസ് ഇട്ടത് ഉണ്ടാടക്ക. ആണോ അല്ലേ? അതെ. അപ്പച്ചിക്ക് മാത്രല്ലടാ, അച്ഛമ്മക്കും അങ്ങനെ സ്റ്റാറ്റസ് ഇടണമെന്നാ പറയുന്നത്. നീ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ലേ? എനിക്ക് അങ്ങനത്തെ സ്റ്റാറ്റസ് ഒന്നും ഇടണ്ട അമ്മ. വാടാ നമുക്ക് അകത്തേക്ക് പോവാ. വാ വാടാ. അച്ഛമ്മേ സ്റ്റാറ്റസ് അല്ല സ്റ്റാറ്റസ്.